ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു. അപ്പം നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല എന്താ കാര്യമെന്ന്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ വന്നത്. വേറെ ഒന്നല്ല, നമ്മുടെ ഫുഡ് ബാബി ഉണ്ടായിട്ടുള്ള കഥയും കാര്യങ്ങളും പിന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോണേ. അപ്പോൾ ഞങ്ങൾ ആണെങ്കിൽ ജസ്റ്റ് പുറത്ത് പോകാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ കൂടി ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇത് കുറേ നാളായി യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് ഇത് എനിക്കിങ്ങനെ ഡോക്യുമെൻ്ററി ആയിട്ട് എടുത്ത് വെക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കായിരുന്നു. അപ്പോൾ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മമാർക്കും പ്രഗ്നൻസി ജേർണി ഫുണ്ണല്ലമ്പാട്ടെ ഗൈസ്, അമ്മ പറഞ്ഞോട്ടെ. അപ്പോൾ വേണ്ടേ? അപ്പോൾ പ്രഗ്നൻസി ജേർണിയിൽ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവനെ പ്രഗ്നൻ്റ് ആവുന്ന എനിക്ക് 22 വയസ്സുള്ള സമയത്താട്ടോ. ഏപ്രിലായിരുന്നു ഇവനെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പ്ലാൻഡ് ഒന്നല്ല ഇത്. നമുക്ക് മനസ്സിലായി, നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ ഇന്ന മന്താണ് പ്രഗ്നൻസി, പിന്നെ നമ്മൾ ഡ്യൂ ഡേറ്റ് എപ്പോഴാണ്. അപ്പോൾ അങ്ങനെയാണ് മനസ്സിലായി, ഏപ്രിലായിരുന്നു. അപ്പോൾ ഞാനും ഏട്ടനും ശരിക്കും ആ ടൈമിൽ ഞങ്ങൾ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട്, ട്രിപ്പല്ല, ഞങ്ങൾ ഡെസേർട്ട് സഫാരി ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭയങ്കര വൈബിങ്ങും എൻജോയിങ്ങും മറ്റേ സാൻഡിൽ ഓടിക്കണ വണ്ടി അതൊക്കെ ഓടിച്ചിട്ട് ഞാൻ അടിപൊളി വൈബിലായിരുന്നു ഇരിക്കണ്ടായിരുന്നേ. അപ്പം പിന്നെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനപ്പോൾ ഒരു ജോബിന് വേണ്ടിയിട്ട് ജോബ് ഒരു 1 വീക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് റിസൈൻ ചെയ്യണമെന്നു. കാരണം എനിക്കാണെങ്കിൽ ക്ഷീണമുണ്ടായിരുന്നു. എനിക്ക് പ്രഗ്നൻസിയിൽ സാധാരണ യൂഷ്വലി എല്ലാവർക്കും ഉള്ള പോലെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതായത് ഈ വോമിറ്റിങ്ങും അതുപോലത്തെ കാര്യങ്ങൾ കേട്ടോ. വോമിറ്റ് ചെയ്യും ആവശ്യത്തിന്, അത് മുന്നേ മീൻസ് നമ്മളിങ്ങനെ അറിയണേക്കാട്ടും മുന്നേ ഇങ്ങനെ കുറച്ച് വോമിറ്റ് ചെയ്യെങ്കിലും അല്ലാണ്ട് ഓവറായിട്ട് എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. 3rd മന്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വേറെ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു, അല്ലാണ്ട് വേറെ ഞാൻ ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു അപ്പോഴൊക്കെ. അല്ലാണ്ട് വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനാണെങ്കിൽ ഏപ്രിൽ മെയ് മാസമൊക്കെ ആയിപ്പിക്കും ഞാൻ നാട്ടിലേക്ക് വന്നു. ഏട്ടനും മെയ് ജൂൺ ഇതായപ്പോൾ ഞാനും ഏട്ടനും കൂടി നാട്ടിലേക്ക് വന്നു. അപ്പം ഞങ്ങളുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഏട്ടനും ഇവിടെ ഞാൻ എന്നെ അവിടെ ആക്കിയിട്ട് ഏട്ടൻ തിരിച്ചു പഠിക്ക് പോരും. അതായിരുന്നു പ്ലാൻ. അപ്പോൾ ഞാനത് ഓക്കെ കുഴപ്പമില്ല, എനിക്ക് ഏട്ടനെ വിട്ട് പിരിഞ്ഞ് നിൽക്കാൻ എനിക്ക് വലിയ ഇഷ്ടമില്ല. എന്നാലും ഞാൻ വിചാരിച്ചു ഓക്കെ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചിട്ട് അവിടെ പോയി നിന്നു. അവിടെ പോയി നിന്നപ്പോഴാണ് എനിക്ക് എൻ്റെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായത്. എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര വാശിയും ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഏത് നേരം കരയുക, കരച്ചിൽ പിടിച്ചിൽ അതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അപ്പോഴാണെങ്കിൽ എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല എന്താ കാര്യമെന്ന്. പിന്നെ ഡോക്ടറൊക്കെ കണ്ടു, ഇങ്ങനെ ഭയങ്കര കരച്ചിലാണ്, ഭയങ്കര ഇതാണ്, ഭയങ്കര ദേഷ്യമാണ് കാര്യങ്ങളൊക്കെയാന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പ്രഗ്നൻസി ടൈമിൽ അങ്ങനെ ഉണ്ടാവുന്നതാണ് യൂഷ്വലി ഹോർമോൺസ് ഒക്കെ ഇതായിട്ട്. അപ്പം എനിക്ക് എന്നാലും മനസ്സിലാവണില്ല എന്താണ് കാര്യം. പിന്നെയാണ് എനിക്ക് മനസ്സിലായി ഏട്ടൻ കൂടെ ഇല്ലാത്തത് കൊണ്ടായിരുന്നു ഭയങ്കര സങ്കടമായിട്ട് ആ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. എനിക്ക് പ്രഗ്നൻസി ജേർണി സത്യം പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ അമ്മമാർക്കും ഭയങ്കര സന്തോഷം നിറഞ്ഞ സമയമാണ് കാര്യങ്ങളാണ്. എനിക്ക് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള സമയമായിരുന്നു. ഏറ്റവും വിഷമങ്ങളൊക്കെ ഞാൻ ഫേസ് ചെയ്തത് ആ ടൈമിലായിരുന്നു. അപ്പം എനിക്ക് ഏട്ടൻ കൂടെ ഇല്ലാണ്ടാണെങ്കിൽ ഭയങ്കര വിഷമമായിരുന്നു. പിന്നെയാണ് ഇവിടെ വന്നും ചെയ്തു. ഇനി അങ്ങോട്ട് പോവാനാണെങ്കിൽ പറ്റൂല. ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ആ ടൈമില്. പിന്നെ ഭയങ്കര വിശപ്പുമായിരുന്നു. 2 മണിയൊക്കെ ആകുമ്പോ എഴുന്നേറ്റ് ഓരോന്ന് അത് നല്ല ഫുഡും കാര്യങ്ങളൊന്നുമല്ല, ജങ്ക് ഫുഡ് ഇരുന്ന് കഴിക്കലാണ് കേട്ടോ പണി. അപ്പൊ അതൊക്കെ ഇരുന്ന് കഴിക്കുക. അപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഇവൾക്ക് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് വരെയൊക്കെ ഉറക്കണ്ടായിരുന്നില്ല. ഇവള് ഇടയ്ക്ക് ബാത്റൂമിൽ പോകാനൊക്കെ ലാസ്റ്റ് ടൈമിൽ കേട്ടോ. ഒരു 5th 6th മന്ത് വരെ കുഴപ്പമുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീണ്ടും ദുബായിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് വിറ്റാണ് ഏട്ടൻ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ ഒരു ദിവസം സർപ്രൈസ് ആയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പൊ ഏട്ടനെ കണ്ടപ്പോഴാണെങ്കിൽ എന്റെ മനസ്സാകെ മാറി. ഞാൻ ഫുള്ള് വേഷം കിട്ടും. ഓണം ആ ടൈമായിരുന്നു. അപ്പം ഓണം ആ ടൈമിൽ ഏട്ടൻ നാട്ടിലേക്ക് വന്നപ്പോഴാണെങ്കിൽ ഞാൻ ഫുള്ള് വേഷം കിട്ടു പറഞ്ഞ ഫുള്ള് വേഷം കണ്ടിട്ട് ഏട്ടൻ്റെ ഒപ്പം പോണം. എനിക്കിപ്പോൾ പോണ ഏട്ടനെ വിടില്ല പറഞ്ഞിട്ട് ഏട്ടൻ്റെ കൈയും കാലൊക്കെ പിടിച്ച് കെട്ടിയിട്ട് ഏട്ടനിപ്പോൾ വരണ്ടായിരുന്നില്ല എന്നൊക്കെ വല്ലാത്തൊരു ഇതായിരുന്നു കേട്ടോ. കറക്റ്റ് ടൈമിൽ ഞാൻ ഏട്ടനെ കുറിച്ച് പറയുന്ന സമയത്ത് ഏട്ടൻ്റെ വോയിസ് മെസ്സേജ് അയച്ചേക്കണു കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായി തോന്നി. ഇതിപ്പോൾ തന്നെ ഏട്ടൻ്റെ നമുക്കിങ്ങനെ മേലെ ഇങ്ങനെ വരുമല്ലോ. എനിക്ക് എപ്പോഴുള്ളൊരു സ്വഭാവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ്റെ മെസ്സേജ് കേട്ടോ. ഏട്ടൻ എപ്പോഴെങ്കിലും മെസ്സേജ് അയക്കണമെങ്കിൽ അതിന് അപ്പം തന്നെ റിപ്ലൈ അയക്കണം. എനിക്ക് ഡിലേ ആക്കാൻ ഇഷ്ടമില്ല. അപ്പം ഞാനിത് കണ്ടപ്പോൾ ഞാൻ വേഗം മെസ്സേജ് അയക്കാൻ പോയതാട്ടോ. അതാട്ടോ കുറച്ച് കട്ട് ചെയ്തേ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കേട്ടോ എനിക്ക് വല്ലാത്തൊരു എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഏട്ടനെ കാണാണ്ട് വിഷമമായിട്ട് ഏട്ടൻ വന്നപ്പോൾ ഏട്ടൻ വന്നപ്പോൾ ഏട്ടനെ വിട്ടില്ല. അപ്പം ഏട്ടൻ പറഞ്ഞു നിന്നെ എന്തായാലും കൊണ്ടുപോവാം. അപ്പം ആ ടൈമിലാണെങ്കിൽ എൻ്റെ ചേട്ടൻ്റെ വൈഫാണെങ്കിൽ പ്രഗ്നൻ്റ് ആയിരുന്നു. ഞങ്ങൾ 2 ദിവസത്തിന് വ്യത്യാസമുള്ളൂ കേട്ടോ ബേബി ഉണ്ടായതിന്. അപ്പം ചേട്ടൻ്റെ വൈഫ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ ഇവർക്കാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആകെ ഒരു ഇതായിട്ടായിരുന്നു ഇരിക്കണ്ടായിരുന്നേ. അപ്പം എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഞാൻ ദുബായിക്ക് വന്നു കേട്ടോ. ഒരു 5th month ഒക്കെ ആയി. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ദുബായിക്ക് ഒരു 2 months വേണ്ടിയിട്ട് ഞാൻ വന്നു കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ പണി കാര്യങ്ങളൊക്കെ ഏട്ടൻ ഫുൾ ഹെൽപ്പ് ചെയ്യും. ഞാൻ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്യുക. മിക്ക ടൈമിലും പുറത്തുനിന്ന് ഓർഡർ ചെയ്യലാണ് കാര്യങ്ങൾ. എന്നാലും ഞാൻ പറ്റുന്ന സമയമൊക്കെ ഞാൻ കുക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യാണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രഗ്നൻസിയിൽ യൂഷ്വലി പെൺപിള്ളേർക്ക് ഉണ്ടാവണ ആ വക കാര്യങ്ങളോ മീൻസ് ഇങ്ങനെ ഛർദി വോമിറ്റിങ്ങോ അതുപോലെ തന്നെ ബാക്കിയുള്ള ഡിഫിക്കൽട്ടീസ് കാര്യങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതെനിക്ക് എടുത്തു പറയണം. യൂഷ്വലി ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് ഛർദിച്ചൊരു പരിവാകുന്നു. എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ആകെ എന്താ പറയുക തീറ്റ ഫുഡ് അടി മാത്രമായിരുന്നു മെയിനായിട്ട് കൂടുതൽ ഉണ്ടായിരുന്നത്. അതാണ് മെയിൻ. പിന്നെ ദേഷ്യം വരല് അതൊക്കെയായിരുന്നു മെയിനായിട്ട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താണ്ടായ ഞാൻ ഇവിടേക്ക് വന്നിട്ടാണെങ്കിൽ 7 months ആയിപ്പോ ഞാൻ നാട്ടിലേക്ക് വന്നു. അപ്പൊ ഭയങ്കര വിഷമം, ഏട്ടയില്ലാണ്ട് ഭയങ്കര ഇത്. അപ്പൊ വീട്ടിൽ വന്നിട്ട് ഭയങ്കര കരച്ചിലും വീഴ്ചയിലും കുറച്ച് നാളും ഭയങ്കര മൂഡ് ഓഫും കാര്യങ്ങളും ഭയങ്കര ഡിപ്രഷനും കാര്യങ്ങളും. ആരോടും ഇഷ്ടമില്ല, എല്ലാവരുടെ അടുത്തും വഴക്കുണ്ടാക്കുക, തല്ലൂടി തലപ്പൊളിക്കുക, അമ്മോട് തലപ്പൊളിക്ക് തർക്കുത്തരം പറയാ. ഞങ്ങള് തല്ലായിരുന്നു. പക്ഷെ അമ്മേനൊന്നും പറയലായിരുന്നു കേട്ടോ. അല്ല അമ്മ നമ്മള് ഭയങ്കര തല്ലായിരുന്നു. അപ്പൊ എനിക്കെന്താ മീൻസ് ഞാൻ യൂഷ്വലി അങ്ങനെ ഭയങ്കര വഴക്കിടണം കൂട്ടത്തിലൊന്നല്ല. അപ്പൊ എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല എനിക്ക് എന്താണ് ഇത്ര ദേഷ്യം, എന്താണ് ഇത്ര കാര്യങ്ങളൊന്നും എനിക്കൊന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല. ഒരു മിനിറ്റ്. അപ്പോൾ അങ്ങനെ ഏട്ടൻ മെസ്സേജ് അയച്ചു കേട്ടോ. അപ്പം അതുകൊണ്ടാണ്. അപ്പം അങ്ങനെയായിരുന്നു കേട്ടോ കാര്യങ്ങൾ. ഭയങ്കര വഴക്കളിയായിരുന്നു ഞാൻ. എല്ലാവരുടെ അടുത്തും ദേഷ്യവും കാര്യങ്ങളും തർക്കുത്തരും കാര്യങ്ങളും പറയലും. പിന്നെ ഏറ്റവും വലിയ പണിയെന്ന് വെച്ചാൽ മേലെങ്കിൽ പണിയെടുക്കില്ല, ഒരു പണി എടുക്കില്ലായിരിക്കും. പിന്നെ എന്തിനാ ഞാൻ ചെയ്യാ, അതല്ല വേറൊരു മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം അമ്മ മറന്നു. അത് ഞാൻ ആ പ്രഗ്നൻസി ടൈമിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടായിരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിന്റിങ്. അതൊക്കെ തെറാപ്പി പോലെയായിരുന്നു. കൊറേ ആ ബോർഡ്സിന് എന്തിനാ പറയാ പെയിന്റ് ചെയ്യണ കൊറേ ബോർഡ്സ് ഓൺലൈനിൽ നിന്ന് മേടിക്കും, ഫ്ലിപ്കാർട്ടിൽ നിന്നും മലന്നൊക്കെ മേടിച്ചിട്ട് കുറേ കുറച്ച് പെയിന്റിങ്സ് ഞാൻ ഇവിടെ ഉള്ളത് കാട്ടിത്തരാട്ടോ. അമ്മ ഒന്ന് സംസാരിച്ച് പെയിന്റ് ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞ എല്ലാ സാധനങ്ങളും അവിടെ ഇട്ടിട്ട് പോരും. എനിക്ക് ഒതുക്കല പണി. പിന്നെ അത് എന്നാലും സാറില്ലേ അവൾക്ക് ഇത് ഏട്ടൻ ഭയങ്കര ശിവഭക്തനാട്ടോ. അപ്പൊ ഞാൻ ഏട്ടന് വേണ്ടിയിട്ട് ഏട്ടൻ ഇവിടേക്ക് നാട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ചെയ്തു കൊടുത്താണ് ഇത്. ആ സമയത്ത് ഞാൻ ആർട്ടിസ്റ്റും കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് ആ ടൈമിൽ ഇതൊക്കെ ചെയ്യലായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ ഇതൊക്കെ ഞാൻ ഏട്ടന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തതാണ്. വീട്ടിൽ കുറേ ഉണ്ട് കേട്ടോ. ഇത് പിന്നെ ഇത് 3 എണ്ണമാണ് ഞാൻ ഗിഫ്റ്റ് ചെയ്യല്ല ഏട്ടന് വേണ്ടിട്ട്. ഒന്നും കണ്ടിട്ടുള്ളത് അത്. അപ്പൊ ഇത് 3 എടുത്തോ. അപ്പൊ ഇത് 3 ഞാൻ ചെയ്തേക്കണേ. പിന്നെ വേറെന്താ, പിന്നെ രാത്രി
ഒരു 11 മണി 12 മണിക്ക് ഫുഡ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പുലർച്ചെ എണീച്ചിട്ട് ഫുഡ് കഴിക്കും. അതായിരുന്നു പണി. എക്സസൈസ് ചെയ്യൂല. അതിനോടത്തോ എക്സസൈസ് ചെയ്യൂല. വേണ്ട വേനിക്ക് പിന്നെ ഞാൻ എൻ്റെ ഡിപ്രസീവ് ആയിട്ടുള്ള സമയമൊക്കെ ഞാൻ കൺവേർട്ട് ചെയ്തത് ഡ്രോയിങ്സും പെയിന്റിങ്സും കൂടെ. പെയിന്റിങ്സ് ആണ് മെയിൻ. പിന്നെ അതൊരു പ്രാന്ത് പോലെ ഭയങ്കര ഹരായി അതിരുന്ന് ചെയ്യലായിരുന്നു. അപ്പോൾ ഫൊണ്ണൂന് വക കലകളൊക്കെ ഉണ്ടായിരിക്കും ഞാൻ വിചാരിക്കണു. കാരണം ഞാൻ ഫുൾ ടൈം ഫോണിലുള്ള സമയത്ത് പെയിന്റിങ്സും ഡ്രോയിങ്സ് ആണ്. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കലും അതൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഫുള്ള് നോൺ വെജ് കഴിക്കലായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സ് എനിക്ക് ആകെ ഓറഞ്ചൊക്കെ കഴിക്കും. സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട് കുങ്കുമപ്പൂവൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് നല്ല കളർ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കുങ്കുമപ്പൂവൊന്നും അധികം കഴിക്കാറുണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ ഞാൻ കഴിക്കും. പിന്നെ നമ്മള് എന്താ പറയാ പാല് കുടിക്കായിരുന്നു. പാലൊക്കെ കുറച്ച് ദിവസമൊക്കെ അങ്ങനെ കുടിക്കായിരുന്നു. അപ്പം അങ്ങനത്തെ ഞങ്ങൾ എന്താ അവിടെ നോക്കണേന്ന് അറിയാം. അവിടെ ലൂസി അവിടെ ലൈറ്റിൻ്റെ അവിടെ നിന്നിട്ട് കയറി നിൽക്കണ്ടേ. അവൾ ഓരോ വേഷം കിട്ടുക കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ എനിക്ക് പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ഗെയിൻ പിന്നെ എപ്പോഴും എല്ലാവർക്കും ഉള്ളതല്ലോ അതുണ്ടാവാറുണ്ട്. അത് മാത്രമല്ല മുഖമൊക്കെ കറുത്ത് കഴുത്തിന്റെ ഈ ഭാഗമൊക്കെ കറുത്ത് നിറച്ച് പിമ്പിൾസ് ആയിരുന്നു. ഒരു ഉടനെ നല്ല വെളുത്ത് തുടുത്ത് നല്ല പ്ലംബ് നല്ല ഇതായിരുന്നു. പിന്നെ ഒരു അടുക്കെ നോക്കുമ്പോ ഇവിടെ ഫുള്ള് പിമ്പിൾസ് 9th month ഒക്കെ ആകുമ്പോ ഫുള്ള് പിമ്പിൾസ് ഇവിടെ ഒക്കെ കറുത്ത് ആകെ ഒരു ഇതുപോലെയായിരുന്നു. അപ്പൊ എനിക്ക് എന്നെ കാണുമ്പോ ഭയങ്കര വിഷമായിരുന്നു. മുടി നല്ല ഉള്ളോടെ നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ ആ ടൈമില്. ഇപ്പൊ ഉള്ള പോലെ ഒന്നുമല്ല, നല്ല ഇതുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ വെട്ടിയിട്ടാണ് ഇപ്പൊ ഇത്രയ്ക്ക് അയണേ. ഇപ്പൊ വെട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പൊ നല്ല മുടിയായനെ. അപ്പം മുടി നല്ല രീതിയിൽ തിക്നെസ് ആയിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വെയിറ്റ് ഗെയിൻ പിന്നെ യൂഷ്വലി വാവകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ വെയിറ്റ് ഗെയിൻ ആയിരുന്നല്ലോ. പിന്നെ ഫൊണ്ണുമായിട്ട് നിന്നിട്ടും വേഷം കെട്ടായിരുന്നു. ഇങ്ങനെ ഓരോ കൈ ഇടിക്കുക, കുത്ത, ചവിട്ട, അതൊക്കെയാണ് ഫൊണ്ണൂന്റെ ഹോബീസ് ആയിരുന്നു. അപ്പൊ ഞാൻ പറയുമ്പോ അമ്മ വിശ്വസിക്കാറുണ്ടായിരുന്നില്ല. വയറ്റിൽ നിന്നിട്ട് ഇങ്ങനെയൊക്കെ കാട്ടുന്നോ? ഞാൻ പറഞ്ഞ അമ്മ ഇങ്ങനെ എന്തോ വയറ്റിനുള്ള പെടഞ്ഞ് നടക്കണ പോലെ എന്തൊക്കെ കാട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ അമ്മ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു സമ്മ കൈ വെച്ച് നോക്കുമ്പോ പെട്ടെന്ന് ഒരു സംഭവമൊക്കെ ഇങ്ങനെ പൊങ്ങി തൊട്ടത് പോലെ ഇപ്പൊ കൊണ്ട് നിന്നിട്ടൊക്കെ കാട്ടണം. അതൊക്കെ വയറ്റിൽ നിന്നിട്ടും കാട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് വേഷം കെട്ടുകാരനായിരുന്നു കേട്ടോ നമ്മുടെ ഫോണ്. അപ്പൊ എനിക്ക് ഓൾറെഡി അറിയായിരുന്നു ആൺകുട്ടിയാന്ന്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് എങ്ങനെയാണ് ആൺകുട്ടിയുടെ ഇത് അറിയാന്ന് വെച്ചിട്ട് നമ്മളുടെ സ്കാൻ ചെയ്തിട്ടുള്ള റിപ്പോർട്ട്സ് വെച്ചിട്ട് ഞാൻ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഡിഫറൻസ് ആന്റീരിയറും അതുപോലെ തന്നെ പോസ്റ്റീരിയറും അങ്ങനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഹാർട്ട് ബീറ്റിന്റെ റേറ്റ് ഒക്കെ. അപ്പൊ ഏകദേശം എനിക്ക് ഓൾറെഡി മനസ്സിൽ എനിക്ക് പെൺപിള്ളേരായിരുന്നു കൂടുതൽ ഇഷ്ടം. കാരണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്യുക, ഡ്രസ്സ് ചെയ്യുക, കുറെ ഞങ്ങൾക്ക് ട്വിന്നിങ് പോലെ ചെയ്തിട്ട് ഒരേപോലെ ഡ്രസ്സ് ചെയ്യുക, മേക്കപ്പ് ചെയ്ത് കൊടുക്കുക, കുറെ ആക്സസറീസ് മേടിച്ചു കൊടുക്കുക. അപ്പൊ എനിക്കറിയാം പെൺകുട്ടി ഉണ്ടാവാനായിരുന്നു കൂടുതൽ ഇഷ്ടം. അമ്മയ്ക്കും അതെ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പെൺപിള്ളേര് ഉണ്ടാവാൻ വേണ്ടിയിട്ടായിരുന്നു അമ്മയ്ക്കും ഇഷ്ടം കേട്ടോ. പക്ഷെ എൻ്റെ മൈൻഡിൽ അറിയായിരുന്നു എനിക്ക് ആൺകുട്ടി തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ആൺകുട്ടിയാണ്. അപ്പൊ എനിക്ക് ആൺകുട്ടികളൊന്നും അപ്പൊ ഭയങ്കര മീൻസ് ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ണികളൊക്കെ ഞാൻ തൊടണം തന്നെ എൻ്റെ ഫൊണ്ണൂനെയാണ്. അല്ലാണ്ട് ഞാൻ കസിൻസിന്റെയോ റിലേറ്റീവ്സിന്റെയോ അങ്ങനെ ഒന്നും ഉണ്ണികളുടെ ഒന്നും അങ്ങനെ എടുത്ത് നടക്കലോ കാര്യമല്ലോ. ഇവരൊക്കെ കിണിച്ചേച്ചിയുടെ ഉണ്ണിനെ ഞാൻ വല്ലപ്പോഴും അവിടെ പോകുമ്പോ കാണും എടുക്കും. അല്ലാണ്ട് നമ്മളുടെ എന്താ പറയാ എപ്പോഴും എടുത്ത് നടക്കലോ അങ്ങനെ ഒന്നും ഇല്ല. കാണുമ്പോ ഞാൻ എടുക്കല്ലാണ്ട്. അപ്പൊ ഫൊണ്ണുമാണ് ആദ്യത്തെ നമ്മുടെ വാക്കുട്ടി. ഞാൻ അപ്പൊ എനിക്ക് ആൺപിള്ളേരും അവരൊക്കെ പെൺകുട്ടികളാണ്. അപ്പൊ എനിക്ക് പെൺകുട്ടികളായിരുന്നു ഇഷ്ടം കൂടുതൽ. അഷ്ടേച്ചിയുടെ ഉണ്ണിക്കും പെൺകുട്ടിയൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ അഷ്ടേച്ചിക്കൊക്കെ അപ്പൊ എനിക്കാണെങ്കിൽ അതായിരുന്നു ഇഷ്ടം. അപ്പൊ ഫൊണ്ണുണ്ടായപ്പോ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫൊണ്ണൂനായിട്ട് ഇഷ്ടം ആൺകുട്ടികളെയാണ് ഇപ്പൊ ഇഷ്ടം. ഈ ഫൊണ്ണൂനെ ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് ഞാൻ ഫൊണ്ണൂനായിട്ട് വഴക്കൊക്കെ കൂടും. എന്നാലും എനിക്ക് ഫൊണ്ണൂനെ ഭയങ്കര ഇഷ്ടാട്ടോ. പിന്നെ വേറെന്താ ഉണ്ടായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൊണ്ണൂനെ അമ്മയ്ക്ക് ഇഷ്ടം. പിന്നെ വേറെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെന്താ കാര്യം പിന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്യാം. പിന്നെ വേറെ പണി എന്താ വെച്ചാൽ വേറെ ഹോബി
ഓൺലൈനിൽ ഓർഡർ ചെയ്യുക, വില കൂടിയ ക്രീമുകൾ മേടിക്കുക. നമ്മളുടെ ഈ ക്രീമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ബോഡി ഷോപ്പിന്റെ ഒരു മോയ്സ്ചറൈസർ, അതിന് 12,000 രൂപ വിലയുണ്ട്. ഞാൻ വിചാരിച്ചു ഈ പ്രഗ്നൻസി ടൈമിൽ ഈ ബ്ലാക്ക് മീൻസ് കഴുത്തൊക്കെ ഇങ്ങനെ കറുത്തിരിക്കുന്ന സമയത്ത് എന്ത് തേങ്ങ തേച്ചാലും വെളുക്കാൻ പോണില്ല കേട്ടോ. അതിപ്പോ നമ്മളിപ്പോ വെളുക്കാൻ പോണില്ല എന്നല്ല, നമ്മളത് ട്രീറ്റ് ചെയ്താൽ ആ ടൈമിൽ നമുക്ക് ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് എനിക്ക് അപ്പം മനസ്സിലായി. ഞാൻ ചെയ്യാത്തതില്ല ആ ടൈമിലൊന്നും. കുരു പോവാനാണെങ്കിലും ഇത് പോവാനാണെങ്കിലും കണ്ണു കണ്ടതൊക്കെ തേക്കലും, പക്ഷെ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അമ്മ എന്റെ മുഖം നോക്കും, ഞാൻ ഭയങ്കര വെക്കില്ലേ, എന്റെ ആകെ ഇതായില്ലോ എന്നൊക്കെ ഡിപ്രഷനിലായി. ആകെ മുഖത്തിൻ്റെതും ഏട്ടനില്ലാണ്ടും പിന്നെ തടി വെച്ചിട്ടും എന്റെ ലൈഫ് പോയ പോലത്തെ 84-86 എത്രയായിരുന്നു. അപ്പൊ എനിക്ക് ആകെ അങ്ങനത്തെ ഒരു ഡിപ്രഷനായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് അടിക്ക് ഒരു കുറവില്ല, ഓവർ തീറ്റുമായിരുന്നു. ഇവരൊക്കെ പേടിക്കായിരുന്നു കാണുമ്പോ, എന്തുമാത്രം തീറ്റയാണ്, ഇങ്ങനെയൊക്കെ തിന്നോ. ഒരു രാവിലെ വിഷമവും അതോടൊപ്പം തന്നെ തീറ്റയ്ക്ക് ഒരു കുറവില്ല, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തിന്നാ. അപ്പൊ കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ അവൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല. ഒരു രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോ എനിക്കൊന്നും ആയില്ല, എനിക്ക് വിശക്കണു എന്ന് പറയുമ്പോ ഇവര് മദ്യ തിന്നതെന്നൊക്കെ തുടങ്ങിയ അവസാനം. എനിക്കാണെങ്കിൽ അങ്ങനെ ഭയങ്കര വിശപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഏറ്റവും വലിയ വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം പൊണ്ണുണ്ടായതിന് ശേഷം രാത്രി 12 മണി 1 മണി 2 മണിക്കൊക്കെ ഞാൻ ഫുഡ് മേലേക്ക് കൊണ്ടുവരായിരുന്നു. പൊണ്ണും അമ്മയുടെ ഡ്രസ്സ് മേലേക്ക് കൊണ്ടുപോയിരുന്നു. ഞാൻ സംഭവങ്ങളൊക്കെ ആയിട്ട് ചപ്പാത്തിയും കറിയൊക്കെ ആയിട്ട് ഞാൻ മേലെ കൊണ്ടുപോയിട്ട് ഞാനിരുന്ന് തിന്നു. പിന്നെ അച്ഛനമ്മയും പറഞ്ഞത് ശരിയാവുന്ന കാര്യമല്ല ചിന്നു, നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭയങ്കര നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അമ്മ. അപ്പൊ എനിക്ക് തന്നെ തോന്നി ഇപ്പൊ ഡെലിവറി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി കുറച്ച് വേഷം കെട്ടൊക്കെ നിർത്താം നേച്ചിട്ട് അങ്ങനെ ഞാൻ അങ്ങനൊക്കെ ഞാൻ ഇതാക്കല് നിർത്തിട്ടോ. പിന്നെ വേറെ അങ്ങനെയായിരുന്നു കേട്ടോ എൻ്റെ ഡെലിവറിയുടെ അല്ല എൻ്റെ വിശേഷം. പിന്നെ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 9th month ഒക്കെ ആകുമ്പോൾ ചേട്ടൻ്റെ വൈഫ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ വൈഫും ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഓൾറെഡി പെയിൻ ഉണ്ടായിരുന്നു, ലേബർ പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ലേബർ പെയിൻ ഉണ്ടായിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ പെയിൻ ഉണ്ടായിട്ടില്ല അമ്മ പോയേ, അതല്ല ലേബർ പെയിൻ അല്ല അമ്മ പറഞ്ഞ ഡെലിവറി പെയിൻ ആണെന്ന് അറിയില്ല. അപ്പൊ എനിക്ക് നല്ല പെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ കണ്ടപ്പോ പറഞ്ഞു ഫോൾസ് പെയിൻ ആന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ശരിക്കുള്ള പെയിൻ അല്ല, ഫോൾസ് പെയിൻ ആന്ന് പറഞ്ഞു. ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ. അപ്പോൾ ഫോൾസ് പെയിൻ ആണ് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പൊ എനിക്ക് എന്താ ഈ കോൺട്രാക്ഷനും ഇതൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ വിചാരം ഇങ്ങനെ വേദന ഇങ്ങനെ എടുക്കണതാണ് കോൺട്രാക്ഷൻ എന്നാണ് വിചാരിക്കണത്. പക്ഷെ അതൊന്നല്ല, പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. എന്നിട്ട് എന്നെ വീണ്ടും ഇവിടേക്ക് കൊണ്ടുവന്നു. അപ്പോഴാണെങ്കിൽ അവിടുത്തെ സിസ്റ്റേഴ്സ് മെട്രോ ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. അപ്പൊ അവിടുത്തെ സിസ്റ്റേഴ്സ് ഒക്കെ ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു നമ്മളെ ലേബർ റൂമിൽ പോയപ്പോ. കാരണം ജ്യോതിമേരി ഡോക്ടറാട്ടോ, നല്ല ഡോക്ടറാണ് എനിക്ക് ഡെലിവറി ചെയ്ത്. അപ്പൊ ഞാനാണെങ്കിൽ അവിടെ പോയപ്പോ അവര് ചിരിയായിരുന്നു, അവര് ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ. അപ്പൊ അവര് ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. രണ്ടാമത് ഞാൻ പോയി ഒരു ദിവസം, രണ്ടാമത് പോയപ്പോ സിസ്റ്റേഴ്സിനും വിചാരിച്ചത് ഞാനിങ്ങനെ ഫോൾസ് പെയിൻ ആയിട്ടാണ് വീണ്ടും വന്നേക്കണേന്ന്. പക്ഷെ അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് ഫോൾസ് പെയിൻ അല്ല, ഇത് ശരിക്കുള്ള പെയിൻ ആണ്, നമുക്ക് 2 ദിവസത്തിനുള്ളിൽ ഡെലിവറി എന്തായാലും ഉണ്ടാവും കേട്ടോ പറഞ്ഞു. അപ്പോഴാണെങ്കിൽ എനിക്ക് ഏട്ടനാണെങ്കിൽ എത്തിയിട്ടില്ല, പെട്ടെന്ന് വരാനും പറ്റില്ല. ഡേറ്റ് ആണെങ്കിൽ എൻ്റെ ഒരു 10-15 ദിവസമാണെങ്കിൽ മുന്നുമായി. അപ്പൊ എന്താ ചെയ്യണ്ടേന്ന് അറിയാണ്ട് ആകെ ടെൻഷൻ അടിച്ച്. എന്നാലും ഫുഡിന് കുറവൊന്നുമില്ല, ചില്ലി ചിക്കനും അതൊക്കെ കഴിക്കലായിരുന്നു കേട്ടോ പണി. ഡെലിവറിയുടെ തലേന്ന് തന്നെ എന്നോട് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോണൊന്നും കഴിക്കാൻ പാടില്ല, ഡെലിവറി കഴിഞ്ഞിട്ടും നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല പറഞ്ഞിട്ട്. ഞാൻ നമ്മുടെ എന്താ പറയുക ചിക്കൻ 65ഉം പൊറോട്ടയും ഫ്രൈഡ് റൈസും ഒക്കെയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊരു കുറവില്ല, എത്ര ഡിപ്രഷനാണെങ്കിലും എത്ര സങ്കടം വന്നാലും. അപ്പം ഏട്ടൻ വരാൻ പറ്റില്ല, ആ ടൈമിൽ വരാൻ പറ്റില്ല പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി.
മീൻസ് നമ്മളുടെ ഫസ്റ്റ് ഡെലിവറി ബേബി വരുമ്പോ ഏട്ടനല്ലേ ഉണ്ടാവേണ്ട, ഏട്ടന്റെ കയ്യിലല്ലേ വാവേനെ കൊടുക്കണ്ട. അമ്മയ്ക്കാണെങ്കിൽ അപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഫസ്റ്റ് വാവേനെ പിടിക്കണം, അമ്മയ്ക്ക് ഫസ്റ്റ് എടുക്കണം. അപ്പൊ എന്റെ ആഗ്രഹമാണെങ്കിൽ ഏട്ടൻ ആദ്യം വാവേനെ എടുക്കണം. അവസാനം അമ്മയുടെ ആഗ്രഹം സാധിച്ചു. അമ്മ ഭയങ്കര സൂപ്പർ ഹാപ്പി ആയിരുന്നു കേട്ടോ. അമ്മയുടെ ആഗ്രഹം സാധിച്ചു. അങ്ങനെ എന്നോട് ഡോക്ടർ പറഞ്ഞു പെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴല്ലോ അടുത്ത ദിവസം അല്ല ഇന്ന് 2 ദിവസം കിടന്നു, അടുത്ത ദിവസം ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എനിക്കാണെങ്കിൽ എന്നെ കൊണ്ടുപോയി ലേബർ റൂമിൽ കൊണ്ടുപോയിട്ടാണെങ്കിൽ ബോളും കാര്യങ്ങളൊക്കെ തോന്നുന്ന എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, പെയിൻ വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇന്ന് വേണ്ട, അഞ്ജലിയുടെ ഡെലിവറി നാളെ. എന്നെ ശരിക്കുള്ള പേര് അഞ്ജലി എന്നാട്ടോ. അപ്പോൾ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഈ ചിന്നു. അപ്പം ഇന്ന് വേണ്ട, നാളെ മതി പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോലും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഒരു രാത്രി ഒരു രാത്രി 12 മണി ആകുമ്പോൾ ലേബർ റൂമിലേക്ക് വന്നു പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ലേബർ റൂമിൽ പോയപ്പോൾ ഒരു കുട്ടീനെ ഞാൻ പരിചയപ്പെട്ടു, ഒരു മുസ്ലിം കുട്ടീനെ. അപ്പം അവളാണെങ്കിൽ ഒരു പൂവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അമ്മ എന്തിനാ അതിൻ്റെ പേര്, ഒരു പൂവൊക്കെ ആ കുട്ടി കൊണ്ടിട്ട് പറഞ്ഞു ആ പൂവ് പ്രസവിച്ച് കഴിഞ്ഞാൽ ആ പൂവ് വിരിയുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി എന്നോട് ആ വെള്ളം കുടിച്ചോന്നൊക്കെ. ഞാൻ കുടിച്ചൊന്നുമില്ല കേട്ടോ. ഒരു പാവം ഭയങ്കര നിഷ്കളങ്കായിട്ടുള്ള ആ കുട്ടിക്ക് ഓൾറെഡി ഡെലിവറി കഴിഞ്ഞതാണ്, ഒരു ആൺകുട്ടീനെ. ഇപ്പൊ 2ാമത്തെയാണ്. അപ്പൊ ആ കുട്ടീനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങള് ഫ്രണ്ട്സൊക്കെ ഞങ്ങൾ അവിടെ ലേബർ റൂമിൽ ഭയങ്കര സംസാരം. എന്റെ പോലെ ഞാൻ വിചാരിച്ചു എന്റെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ എന്നെ പോലെ വേറെ കുറെ പേരുണ്ടെന്ന് അവിടെ വെച്ച് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിനാണെങ്കിൽ എന്നെക്കാട്ടും ഒരു 26 വയസ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ എനിക്കാണെങ്കിൽ 23 വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോ ഡെലിവറിയുടെ ടൈമായി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് ഈ കുട്ടിയത്തും കാര്യങ്ങളും ഇമ്മിച്ചുവറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് ഞാൻ വിചാരിച്ചിരിക്കണ്ടായിരുന്നെ. പക്ഷെ ആ കുട്ടീനും കൂടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അവളാണെങ്കിൽ ഇത്രയും വയസ്സായിട്ടും എന്നെക്കാട്ടും കുട്ടിയത്തും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞങ്ങളാണെങ്കിൽ ലേബർ റൂമിൽ നിന്നിട്ട് ഭയങ്കര സംസാരവും കാര്യങ്ങളും. അപ്പോൾ ഈ ഡെലിവറി കഴിഞ്ഞ പിള്ളേരാണെങ്കിൽ ഈ ലഡുവും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇവള് ഫാത്തിമ എന്നായിരുന്നു പേര്. അപ്പൊ ഇവൾക്കാണെങ്കിൽ ലഡു കിട്ടുമ്പോൾ ഇവള് എനിക്കാണെങ്കിൽ തരും, ചിന്നു തിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾക്കാണെങ്കിൽ അപ്പോഴും വിശപ്പ് തന്നെയാണ്, പെയിനും ഉണ്ട് കാര്യങ്ങളുണ്ടെങ്കിലും വിശപ്പിനും ഒരു കുറവുമില്ല. അപ്പോൾ അവള് ലഡു ഒക്കെ എടുത്ത് തരലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് പിന്നെ ഇഞ്ചക്ട് ചെയ്തിട്ടാണ്, ഇഞ്ചക്ഷൻ അല്ല ഡ്രിപ്പ് ഇതാക്കിയിട്ടാണ് പെയിനൊക്കെ ഇൻഡ്യൂസ് ചെയ്ത് കേട്ടോ. പിന്നെ ലേബർ പെയിനും പോവാനുള്ള എന്തോ പറയാ, ഞാൻ മറന്നു അതിന്റെ പേരൊക്കെ. ലേബർ പെയിൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷനൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ വിചാരം അതൊക്കെ ഉണ്ട് വിചാരിച്ചിട്ടാണ് ഞാൻ മീൻസ് മൈൻഡൊക്കെ സെറ്റ് ചെയ്ത് ഡെലിവറി പെയിനൊക്കെ സിമ്പിളാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയാണെങ്കിലും റിലേറ്റീവ്സൊക്കെ ആണെങ്കിലും പറഞ്ഞത്. പക്ഷെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ സംഭവം ഇവിടെ ഇല്ല, പെയിനിന്റെ ഇല്ലാണ്ടിരിക്കുന്ന ഇഞ്ചക്ഷനോ അതൊന്നും ഇവിടെ ഇല്ല പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ ഞാൻ മോന്ത വീർപ്പിക്കലായി, വിഷമായി, സങ്കടമായി കാര്യങ്ങളെ. പിന്നെ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, ഇങ്ങനെ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണത് തന്നെയല്ലേ, എനിക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഇതാക്കിയതാട്ടോ. അപ്പൊ എനിക്കാണെങ്കിൽ നമ്മളുടെ ഡ്രിപ്പ് വഴി പെയിൻ ഇതാക്കണ ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമൊന്നും വലിയ പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 2 മണി 3 മണിയൊക്കെ ആയപ്പോൾ പെയിൻ തുടങ്ങി. പിന്നെ കുറെ കഴിഞ്ഞപ്പോ ജീവൻ പോണ വേദനയായി. പിന്നെ അവര് ബോളൊക്കെ തന്നപ്പോ അത് ചെയ്യുമ്പോ വേദനയൊക്കെ കുറയും പറഞ്ഞു. പിന്നെ എന്താ പറയാ, എങ്ങനെ പറയാന്നറിയില്ല, എനിക്കാണെങ്കിൽ വാട്ടറൊന്നും ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. നമുക്കിങ്ങനെ വാട്ടർ ബ്രേക്ക് ആവുമല്ലോ, വാട്ടറൊന്നും ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കിടന്ന് വേദന സഹിക്കാൻ പറ്റാണ്ട് തന്നെ വാട്ടർ ബ്രേക്കായി. PV ഒക്കെ ഇടയ്ക്ക് വന്നിട്ട് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ പുഷി എന്നൊക്കെ ഇങ്ങനെ പറയാറ്. വാട്ടർ ബ്രേക്ക് കഴിഞ്ഞ ശേഷം എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒടുക്കത്തെ പെയിന്, ജീവൻ പോണ പോലെ. എനിക്ക് വേറെന്തോ ഫീലൊക്കെ എനിക്ക് ഇവിടെ എല്ലാവരും മരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് ഓരോ നെഗറ്റീവ് തോട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഇല്ലാണ്ടായിരിക്കായിരുന്നു ആ സമയത്ത്. ഡ്രസ്സൊക്കെ ഉള്ളതൊക്കെ വലിച്ചിട്ടിട്ട് ഓടി പോവാൻ നോക്കാം. ഭയങ്കര എന്താ പറയാ, ഭയങ്കര പ്രാന്ത് പിടിച്ച പോലത്തെ അവസ്ഥ. അപ്പൊ ഞാനാണെങ്കിൽ എൻ്റെ ഡെലിവറിയുടെ തൊട്ട് മുന്നാണെങ്കിൽ ഞാൻ ഒരു ചേച്ചി കിടന്ന് ഓളിട്ട് അലർന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്തൊട്ട് എത്ര അലറാനുള്ളതെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കണ്ടായിരുന്നു കേട്ടോ.
എനിക്ക് സ്വയം അവനോന് വരുമ്പോഴാണ് നമ്മൾ പഠിക്കുക എത്രത്തോളം പെയിൻ ആയിരുന്നു, എത്രത്തോളം ഉണ്ട് ഇത്, നമുക്കത് സഹിക്കാവുന്നതിനെക്കാട്ടും അപ്പുറമാണ് എന്നുള്ള മനസ്സിലാവുള്ളൂ. പിന്നെ ഞാൻ എപ്പോൾ പെയിനുള്ളപ്പോ സിസ്റ്റേഴ്സിനോട് ചേച്ചി ഇങ്ങോട്ട് ഓടി വാ പറഞ്ഞിട്ട് ഞാൻ കൈമ പിടിച്ചിരിക്കും. അപ്പൊ അവർക്കും കുറെ പരിമിതിയല്ലോ, കുറെ പേരുണ്ടല്ലോ. അപ്പൊ ഞാൻ പിടിച്ചിങ്ങനെ എടുത്തോട്ടോ, ലൂസൊക്കെ ഇരുന്ന് കേൾക്കണ്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനാണെങ്കിൽ പിടിച്ചിരുത്തിട്ട് ചേച്ചി സഹിക്കാൻ വയ്യാന്നിട്ട് ചേച്ചി പുഷ് പറയും. അപ്പൊ പുഷ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ആരോഗ്യം ഫുള്ള് പോയിട്ട് റെസ്റ്റ് ആവും. അപ്പോഴേക്കും വേദന വരും. പിന്നെ ഡോക്ടർ പിന്നെ എന്നിട്ടാ നേഴ്സ് ഡോക്ടർക്ക് വിളിച്ച് പിക്കൊക്കെ കാട്ടി കൊടുത്തു ഇങ്ങനെ PV ചെയ്തതിൻ്റെ. അപ്പൊ പറഞ്ഞു ഡോക്ടർ ഇപ്പൊ വരും എന്ന് പറഞ്ഞു. എൻ്റെ ഏകദേശം തവാറിൻ്റെ പുഷ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ വാവയുടെ തല ഏകദേശം കണ്ടപ്പോ എന്നെ ലേബർ റൂമിൽ നിന്ന് വേറൊരു റൂമിലേക്ക് കൊണ്ടുപോയി, ശരിക്ക് നമ്മളുടെ ഡെലിവറി നടക്കുന്ന സ്ഥലത്ത്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഹൈടെക് ആയിട്ടുള്ള ഭയങ്കര ഒരു സംഭവം, നമ്മളുടെ ഫസ്റ്റ് ടൈം ആലോ. അപ്പൊ നമ്മള് ഇവിടെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര സിനിമയിലൊക്കെ കാണുന്ന പോലെ വെളിച്ചം, പിന്നെ കുറെ പേര് അവിടെ ഇരിക്കണു, 2 കാല് എന്തിനോ മേലൊക്കെ കയറ്റി വെച്ചേക്കണു, ഓരോ സംഭവങ്ങളൊക്കെ കാല് വിട്ടെന്ന് വീണു. ആകെ എന്താ പറയാ, ഒരു വല്ലാത്തൊരു ഇതായിരുന്നു കേട്ടോ. അപ്പൊ എന്നോട് പറഞ്ഞു പുഷി പറഞ്ഞു. അപ്പൊ ഞാനാണ് ഡോക്ടർ വന്നപ്പോഴേക്കാണെങ്കിലും ഡോക്ടർ പറഞ്ഞു പുഷി എന്ന് 2 പ്രാവശ്യം ഞാൻ പുഷ് ചെയ്തപ്പോഴേക്കും വാവ വന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിട്ടോ അവരെടുത്തിട്ട് മേത്ത് വെക്കണ്ട, ഇവരെന്ത് സാധനങ്ങളാണ് ഈ ഡെലിവറി പെയിൻ സഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഓരോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് മേത്ത് വെച്ച് തരുന്ന ഒരു ചൂടുള്ളത്. എനിക്ക് ബോധമില്ലാണ്ട് പിന്നെ മനസ്സിലായി എൻ്റെ പൊണ്ണു വന്നു കേട്ടോ. പിന്നെ ഞാൻ നോക്കുവാണെങ്കിൽ ഉമ്മയൊക്കെ കൊടുത്തു. അപ്പൊ പൊണ്ണൂനെ കാണാണെങ്കിൽ ഒരു ഗ്രേ കളറിലിട്ട പൊണ്ണു. അപ്പൊ എനിക്ക് ആകെ സങ്കടമായി. അയ്യോ പൊണ്ണൂനെ കാണാൻ എന്ത് ഒരു ഭംഗിയില്ലല്ലോ, മീൻസ് ആകെ വേറെ എന്തോ പോലെ ഗ്രേ കളറില്. അപ്പൊ എനിക്ക് സങ്കടം, ഇവിടെ ഇങ്ങനെ ഭയങ്കര ചുളിവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഞാനാണെങ്കിൽ വിചാരിച്ചു ഈ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഭയങ്കര കരച്ചിലും ഇതൊക്കെ ആയതുകൊണ്ട് എൻ്റെ വാവ കരഞ്ഞിട്ട് ഇങ്ങനെ ഇതായതാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കേട്ടോ. അപ്പൊ എനിക്ക് ആകെ സങ്കടമായി, അയ്യോ എന്താ അത് എന്നൊക്കെ വിചാരിച്ചിട്ട് അതായിരുന്നു സങ്കടം. പിന്നെ ഞാൻ വെച്ചാൽ എന്തെങ്കിലും ആവട്ടെ വെച്ചിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് സ്റ്റിച്ചൊക്കെ ഇടണ സമയത്ത് ഞാൻ പകുതി ബോധത്തിൽ എന്തെങ്കിലും ആവട്ടെ വിചാരിച്ചിട്ട് നിൽക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് പൊണ്ണൂന് കൊണ്ടുവന്നപ്പോഴാണ് നല്ല ക്യൂട്ടായിട്ടുള്ള തൊത്തൊരു പൊണ്ണു കേട്ടോ. അപ്പൊ ഈ ഗ്രേ കളറൊന്നുമില്ല, നല്ല യൂഷ്വലി ബേബീസിൻ്റെ ഒക്കെ പോലെ ആയിട്ടുള്ള ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. നല്ല ക്യൂട്ടായിട്ട് 9/17 അവൻ ജനിച്ചത്. വെയിറ്റ് 9 പോയിന്റ് അല്ല 9 പോയിന്റ് അല്ല 3.944 അത്രയല്ല, 2.944 3.944 എത്ര ഉണ്ടായിരുന്നുള്ളൂ. 3 കിലോ അല്ല അമ്മ 2.944 അല്ല ഫോണു ആയിരുന്നേ, 2.944 ആയിരുന്നു കേട്ടോ ഫോണു. അപ്പൊ 290 അല്ല 2944 കേട്ടോ, 3 കിലോ കുറച്ച് കുറവ്. അപ്പൊ ഞാൻ നോക്കുമ്പോ നല്ല തക്കുടായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള നമ്മുടെ പൊണ്ണു ബാബി വന്നു കേട്ടോ. പൊണ്ണു ബാബിക്കാണെങ്കിൽ പാല് കുടിക്കാനും അറിയില്ല, എനിക്കാണെങ്കിൽ പാല് കൊടുക്കാനും അറിയില്ല. അങ്ങനെയായിരുന്നു അപ്പോഴത്തെ ഇതൊക്കെ. പിന്നെ അങ്ങനെയാണ് എൻ്റെ ഡെലിവറി സ്റ്റോറിയും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള എൻ്റെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഇതാണ്. ഇനി ഇതൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നേ. പിന്നെ പൊണ്ണു എൻ്റെ അടുത്ത് കയ്യിൽ കിട്ടിയതിന് ശേഷം അമ്മയുടെ അടുത്തായിരുന്നു ഒരു കടുത്തുണ്ടായിരുന്നത്, കാരണം എൻ്റെ അടുത്തല്ല കടുത്തുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടേഴ്സും നഴ്സുമാരും ഒക്കെ പറഞ്ഞു പൊണ്ണൂനെ അമ്മയുടെ അടുത്ത് തന്നെ കിടത്തണം, അമ്മയുടെ ചൂട് തട്ടിയിട്ട് കിടക്കണം. ഞാൻ എന്താ എൻ്റെ അടുത്ത് കിടത്താണ്ടിരുന്നു വെച്ചാൽ എനിക്കാണെങ്കിൽ ഉറക്കത്തിൽ ബോധമില്ലാണ്ട് ഞാൻ ചിലപ്പോൾ പൊണ്ണൂൻ്റെ മേത്ത് കയ്യും കാലും ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാവുണ്ടാവുക വെച്ചിട്ട് അമ്മയായിരുന്നു ശരിക്കും പേഷ്യൻസിന് ബെഡിട്ട സ്ഥലത്ത് അമ്മയായിരുന്നു കിടന്ന പൊണ്ണൂൻ്റെ അടുത്ത്. ഞാൻ വേറെ സ്ഥലത്ത് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരും, വേറെ ബെഡ് ഉണ്ടാവുമല്ലോ വിസിറ്റേഴ്സിനൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള ബെഡ്. അപ്പോൾ അവിടെ ആയിരുന്നു ഞാൻ ഇരിക്കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ പൊണ്ണു ബാബിനെ ഉണ്ടായി കേട്ടോ. ഞാൻ ഇവൻ്റെ ഉണ്ടായിട്ടുള്ള എൻ്റെ ക്ലിപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിലിട്ട് തരാം, അപ്പം നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും അമ്മയുടെ ചക്കര ഉണ്ടായത്. അപ്പം പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഇവന്റെ കണ്ണ് നല്ല മഞ്ഞച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടപ്പോഴാണെങ്കിൽ എനിക്ക് പേടിയോ കണ്ണൊക്കെ മഞ്ഞ കളറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായ മഞ്ഞപ്പിത്തുണ്ടെന്ന്.
എന്നിട്ട് എന്നിട്ട് ചെയ്തങ്ങനെ NIC NIC-യിൽ കിടത്തി. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. എൻ്റെ പൊണ്ണു ബാബിനെ NIC-യിൽ കിടത്തി. ആകെ സങ്കടമായിരുന്നു. എനിക്ക് ഭയങ്കര ദുഃഖമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ എല്ലാ 3 മണിക്കൂറും കൂടുമ്പോൾ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവനെ കൊണ്ടുവരുന്നു. അപ്പം അങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. അപ്പം എന്നാലും ഇവനെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അതാണ് അങ്ങനെ കേട്ടോ. പിന്നെ വന്നു, പിന്നെ 90 കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ 6 months കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇവിടേക്ക് വന്നു. ഇപ്പതേ പൊണ്ണു ബാബിക്ക് 1 വയസ്സായി. 1 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഡെലിവറി സ്റ്റോറിയും ഇതൊക്കെ പറയണേ. ഇവിടെ പൊണ്ണു കാട്ടുന്നുണ്ട്. പൊണ്ണു ലൂസി പാവില്ലേ. അപ്പോൾ ലൂസിയുടെ അടുത്ത വേഷം കെട്ടുകളും കാര്യങ്ങളും കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഡെലിവറി സ്റ്റോറിയും കാര്യങ്ങളും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോ കേട്ടോ. ഞാനപ്പോ പറഞ്ഞു തരാം. എന്നെ പോലെ ഇങ്ങനെ എന്താ പറയാ, എനിക്ക് ആ സമയത്ത് ആരോടും ചോദിക്കാൻ, എനിക്കാണെങ്കിൽ ആ സമയത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു കസിൻ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അവളോട് മാത്രമേ ഞാൻ ചോദിക്കണ്ടായിരുന്നു. ബാക്കി ആരോടും അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്നോ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇതാണ്. പിന്നെ ഞാൻ യൂട്യൂബിൽ കുറേ ആൾക്കാർ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊരു യൂട്യൂബിൽ ഇത് ഇടാം. അപ്പം എല്ലാവർക്കും എൻ്റെ പ്രഗ്നൻസി ജേണി ഇതും പിന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുമ്പോൾ അവർക്കും ഏകദേശം റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഇതൊക്കെ എന്താ പറയുക, അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് പോയിക്കോളൂ. നമ്മൾ വലിയ രീതിയിൽ, ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാവ എങ്ങനെ ഇരിക്കുന്നോ മീൻസ് ഞാൻ ആ ടൈമിലൊന്നും ഞാൻ ആലോചിക്കലോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. വാവ ഡെലിവറി ചെയ്ത് കഴിഞ്ഞപ്പോൾ മുഖം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നെങ്കിലും പിന്നെ എനിക്ക് അവനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ. അതിന് മുന്നേ വരെ വാവയ്ക്ക് എന്തെങ്കിലും പറ്റുമോ അങ്ങനെയുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കുറേ കരയും ഡിപ്രഷൻ മൂത്തിട്ട് കുറേ സങ്കടങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അല്ലാണ്ട് അത് അവനെ എഫക്റ്റ് ചെയ്യുന്നോ കാര്യങ്ങളും ഉണ്ടാവുന്നോ ഒന്നും ഞാൻ ചിന്തിക്കുക അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ അതൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. പിന്നെ ആ സമയമാകുമ്പോൾ നമുക്ക് എന്താ പറയുക, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലമ്മ. പിന്നെ പൊണ്ണു പിന്നെ ഡെലിവറിയുടെ സമയത്താണെങ്കിൽ വേറൊരു കാര്യം ഉണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊണ്ണൊറ്റ ഡെലിവറിയുടെ സമയത്ത് വേറെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എൻ്റെ ശബ്ദം ഞാൻ ഓളിയിടണ കേട്ടിട്ട് അമ്മ അവിടെ നിന്ന് കരഞ്ഞിട്ട് അമ്മയുടെ ചേച്ചീനും കൊണ്ടുവന്നു. ഞാൻ അവിടെ കരഞ്ഞ് വേഷം കെട്ടുണ്ടാക്കിയതിന് ശേഷം കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതാട്ടോ ഞങ്ങളുടെ ഡെലിവറി സ്റ്റോറിയും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ പുതിയ പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പൊ പൊണ്ണു ഉണ്ട് കേട്ടോ, നാട് പൊണ്ണു ഭാവിയുണ്ട്. അപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനും അച്ഛനും അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. ഇവിടുത്തെ ദേഷ്യമൊക്കെ വന്നാലും ഞങ്ങളൊന്നും മിണ്ടാറില്ല. എന്ന് വെച്ചാൽ അവളുടെ സിറ്റുവേഷൻ ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ എങ്ങനെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഞങ്ങളൊന്നും ഒന്നും അങ്ങനെ പറയാറില്ല. ഇവിടെ എന്ത് പറഞ്ഞാലും അങ്ങനെയൊന്നും പറയാറില്ല. അങ്ങനെ ഇപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അവരുടെ കൂടെ എപ്പോഴും ഞങ്ങളുണ്ട്. നല്ലൊരു മോനെ കിട്ടി. അപ്പൊ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. ബൈ ബൈ. പറഞ്ഞു ബൈ 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 കേട്ടോ.